വിൽക്കാൻ കൊണ്ടുവരുന്ന കോഴികളെ ഇതുപോലത്തെ വണ്ടിയിലാണ് കൊണ്ടുവരാറ്. കോഴികൾക്ക് വേണ്ടിയിട്ടുള്ള കൂടുകളെല്ലാം തന്നെ അതിലിങ്ങനെ സെക്ഷനായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചത് കാണാൻ തന്നെ വളരെ രസകരമായിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് ഇവരിങ്ങനെ കുറ്റി അടിച്ച് വെച്ചതിൻ്റെ ശേഷം വല വലിച്ചു കെട്ടിയിട്ട് പല സെക്ഷനാക്കിയിട്ട് ഇതിനെ മാറ്റി തിരുത്തി അതിലെല്ലാം തന്നെ ഓരോ ഐറ്റം കോഴികളെ ഇട്ട് വെച്ചിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത്. പലതരം കോഴികളെയും കാണാൻ സാധിക്കുന്നുണ്ട്. ഫാൻസി കോഴികളുണ്ട്, പിന്നെ കരിങ്കോഴികളുണ്ട്, എല്ലാം തന്നെ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളാണ് എന്നുള്ളതാണ്. പിന്നെ ടർക്കി കോഴിയുണ്ട്. ഈ ഒരാളാണ് ഇതിനെ നോക്കി പരിപാലിക്കുന്ന വ്യക്തി. പല ആളുകളും മേടിക്കുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. മേടിച്ച പാടന്നെ കോഴിയെ ഇങ്ങനെ തല കീഴായി പിടിക്കുന്നുണ്ട്. ഇങ്ങനെ തല കീഴായി പിടിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് ഞാനിങ്ങനെ ചിന്തിച്ചു പോയി. കാരണം തല കീഴായി പിടിച്ചു കഴിഞ്ഞാൽ വല്ലാതെ ഇവർ പാറലും പിടിക്കലും അങ്ങനെയൊന്നുമില്ല. ഒരു തളർന്നു പോയ രൂപത്തിലാണ് നിൽക്കുന്നത് കാണാറ്. ഈ കോഴികളെ വണ്ടിയിലാക്കിയിട്ട് ഒരു ചന്തയിൽ നിന്ന് മറ്റു ചന്ത അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ തീർന്നു കഴിഞ്ഞാൽ വീണ്ടും പോയിട്ട് കൊണ്ടുവരും എന്നുള്ളതാണ് ഇവർ പറഞ്ഞത്. ഇതിൽ നിന്ന് പാറിപ്പോയ കോഴികളെ പിടിക്കാനായിട്ട് 2 പിള്ളേരിങ്ങനെ നടക്കുന്നുണ്ട്. അതായത് ആ പാത്ര കച്ചവടം ചെയ്തിരുന്നില്ലേ, അവരെ കൂടെയുള്ള പിള്ളേരാണ്. ഇവരുടെ ഭാവിയൊക്കെ എന്തായിരിക്കും എന്നുള്ളതാണ് ഞാനിങ്ങനെ ചിന്തിച്ചു പോയത്.